ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സേമിയ ഉപ്മാവാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ് സേമിയ ഉപ്മാവ്. അപ്പോൾ ഈ ഉപ്മാവ് നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ സേമിയ ഉപ്മാവ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ 1.5 കപ്പ് സേമിയ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് സേമിയ ഉപ്മാവ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ, കടുക്, ഉഴുന്നുപരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, അവസാനം ചേർക്കാൻ മല്ലിയില എന്നിവയൊക്കെയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാനാണ് ചൂടാക്കാൻ വെക്കുന്നത്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളുടെ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സേമിയ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് വറുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ സേമിയ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ സേമിയ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ കരിഞ്ഞു പോകാത്തൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി ആ സെയിം പാൻ തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാൻ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടിയിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉഴുന്നുപരിപ്പ് ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തതിന് പിറകെ തന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പച്ചമുളകും ഇഞ്ചിയും ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടുതൽ സമയം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉള്ളിയും ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഉള്ളി ചേർത്തതിന് ശേഷം ഒന്ന് കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. ഉള്ളി അരിഞ്ഞ് പോകുന്നത് വരെ നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ സേമിയ ഉപ്മാവിന് ആവശ്യമായ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റും ഗ്രീൻ പീസുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ്, ക്യാബേജ്, പിന്നെ സ്വീറ്റ് കോൺ എന്നിവയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവ ചേർത്തതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉപ്മാവിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും നല്ല തിളച്ച വെള്ളം ചൂടോടുകൂടിയാണ് ഒഴിച്ചിരിക്കുന്നത്. 1.5 കപ്പ് സേമിയക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതിനാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ തിളക്കുവാൻ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇവിടെ നമ്മൾ സേമിയ ചേർക്കുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കേണ്ടതാണ്. പിന്നെ ഇനി ഈ സേമിയ കുറച്ചുകൂടി ഒന്ന് വേവേണ്ടതുണ്ട്. അതിനാൽ ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മൂടി കൊണ്ട് അടച്ചതിന് ശേഷം നമ്മൾക്ക് തീ കുറച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മൂടി തുറന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വീണ്ടും ഇത് അടച്ച് വെക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോഴും തീ കുറച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും മൂടി അടച്ചിട്ട് ഒന്ന് തീ കുറച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുകയാണ്. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മൾക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി സേമിയ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ സേമിയം ഇങ്ങനെ പറ്റൽ കെട്ടിയിട്ടില്ല. അതായത് എല്ലാം നല്ല വിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി സേമിയ ഉപ്മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ സേമിയ ഉപ്മാവ് ഇപ്പോൾ ചൂടോടുകൂടി കഴിക്കേണ്ടവർക്ക് ഇപ്പോൾ തന്നെ കഴിക്കാം. കാരണം സേമിയ ഉപ്മാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൽ മല്ലിയില മാത്രം ചേർത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് ഈ സേമിയ ഉപ്മാവ് കഴിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുകയാണ്. തേങ്ങ ചിരണ്ടിയതാണ് ചേർക്കുന്നത്. ഇത് തേങ്ങ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം സേമിയ ഉപ്മാവിന് തേങ്ങ ഇല്ലെങ്കിലും ടേസ്റ്റിയാണ്. തേങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കുകയാണ്. കാരണം ഈ തേങ്ങയൊന്ന് നല്ലപോലെ ചൂടാകേണ്ടതുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്കിവിടെ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊന്ന് സേമിയ ഉപ്മാവ് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പുതിയ റെസിപ്പിയുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.